ഹലോ. 2024 ഫെഡറൽ ബാങ്ക് പുരസ്കാരം ലഭിച്ച ഇ സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന പുസ്തകമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പുസ്തകം കുറച്ച് അത്യാവശ്യം വലിയ പുസ്തകമാണ്. ഇപ്പം കഥ പറയാൻ ഞാൻ നിൽക്കുന്നില്ല, ജസ്റ്റ് എന്താ ഇതിൻ്റെ ഉള്ളടക്കം മാത്രം ഞാൻ പറയാം കേട്ടോ. കാരണം കുറേ പറയേണ്ടി വരും, പാർട്ടൊക്കെ ആയിട്ട് ഇടേണ്ടി വരും. അപ്പം അത് നിങ്ങൾക്കും ബോറാവും. അത് കാരണമാണ് ഞാനിങ്ങനെ ജസ്റ്റ് ഉള്ളടക്കം മാത്രമായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ കഥയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനിച്ച നാട്ടിലോ അല്ലെങ്കിൽ ജീവിച്ച് മരിച്ച നാട്ടിലോ യാതൊരു ഐഡൻറ്റിറ്റി ഇല്ലാതെ അത്രമേൽ നിശബ്ദമായി ജീവിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർ അറിയാതെ ജീവിക്കുന്ന ആളുകളാണ് അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ ആയിട്ട്. അപ്പം അവരിൽ നിന്നും എന്തോ ദയ കൊണ്ടോ അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ വിധി കൊണ്ടോ ഒക്കെ സാധാരണ ജീവിതം നയിക്കാൻ സാധിച്ച ഒരു മനുഷ്യൻ്റെ, ഒരു അഭയാർത്ഥിയുടെ കഥയാണ് തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന പുസ്തകത്തിലുള്ളത്. തപോമയുടെ അച്ഛനായ ഗോപാൽ ബറുവ എന്ന് പറയുന്ന കിഴക്കൻ ബംഗാളുകാരനായ അല്ലെങ്കിൽ ബംഗ്ലാദേശുകാരനായ ഒരു വ്യക്തി ഇന്ത്യയിലേക്ക് എത്തുകയും ഇവിടെ താമസിക്കുകയും ഇവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനിയായ കേണൽ സന്താനം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുകയും അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്യാൻ സാധിക്കുകയും ഇന്ത്യയിൽ വെച്ച് തന്നെ മരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഗോപാൽദ അല്ലെങ്കിൽ തപോമയുടെ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഭാഗ്യം എന്നും പറയാമെന്ന്. കാരണം ഇംഗ്ലീഷിലും അതുപോലെ ഗണിതത്തിലും ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം കൊണ്ടും കേണൽ സന്താനത്തിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം കൊണ്ടുമാണ് അദ്ദേഹത്തിന് സാധാരണ അഭയാർത്ഥികളിൽ നിന്നും കുറച്ചെങ്കിലും മാറ്റമുള്ളൊരു ജീവിതം നയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഗണിതത്തിലുള്ള പരിജ്ഞാനം കൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരു കഴിവ് കൂടി ഉണ്ടായിരുന്നു. പസിൽ സോൾവിങ് അല്ലെങ്കിൽ കോഡുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ നിഗൂഢ ലിപികൾ ഉണ്ടാക്കുക, ചിത്രലിപികൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവായിരുന്നു. ആ കഴിവാണ് കേണൽ സന്താനം അദ്ദേഹത്തിൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അതിനുവേണ്ടി ഇദ്ദേഹത്തിനെ കൂടെ നിർത്തുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ ആ നിഗൂഢ ലിപിയിൽ അദ്ദേഹം എഴുതുന്ന ഒരു ഡയറി, ആ ഡയറി എഴുത്തുകാരൻ്റെ കയ്യിൽ കിട്ടുകയും ആ എഴുത്തുകാരൻ തപോമയുടെ സുഹൃത്തു കൂടിയാണ്. അപ്പം എഴുത്തുകാരൻ ഈ ഡയറി വായിക്കുന്നതിലൂടെ തപോമയുടെ യഥാർത്ഥ അച്ഛനല്ല ഗോപാൽദ എന്ന് മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ഡയറി നശിപ്പിച്ച് കളയുകയും ചെയ്യുകയാണ്. അതൊരിക്കൽ ഇദ്ദേഹം ഗോപാൽദ തന്നെ എഴുത്തുകാരനോട് പറയുന്നുണ്ട്, എന്തെങ്കിലും ആ ഡയറി നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളത് വായിക്കാനോ അത് തപോമയെ അറിയിക്കാനോ പാടില്ല, നിങ്ങളത് നശിപ്പിച്ച് കളയണമെന്ന് പറയുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഗോപാൽദയുടെ മകനല്ല തപോമയി ബറുവ എന്ന് പറയുന്നത്. പക്ഷേ അച്ഛനും മകനും തമ്മിൽ അത്രമേൽ പരസ്പര സ്നേഹത്തിലാണ്. അതൊരിക്കലും തപോമയി അറിയരുതെന്ന് ഗോപാൽദ അത്രമേൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനിടയിൽ വരുന്ന കുറേ കഥകളുണ്ട്, കുറേ ആളുകളുണ്ട്. അതുപോലെ തന്നെ അഭയാർത്ഥികളുടെ ബുദ്ധിമുട്ടുകളുണ്ട്, അവരനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളുണ്ട്, അവർ കാണാതായി പോകുന്നതിൻ്റെ കഥകളുണ്ട്. കാണാതായി പോയാലും ഏതെങ്കിലും നമ്മുടെ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് അവരുടെ ചീഞ്ഞു പോയ ശരീരങ്ങൾ കിട്ടുന്ന കഥകളുണ്ട്. അവിടുത്തെ കുട്ടികളുടെ കഥയുണ്ട്, വിദ്യാഭ്യാസമില്ലാത്ത കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രത്യേകിച്ചൊരു ലക്ഷ്യബോധവുമില്ലാതെ ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നത് പോലെയുള്ള കുറേ മനുഷ്യന്മാരുടെ കഥകളും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പുസ്തകമാണ്, പറ്റുന്നവരൊക്കെ വായിച്ചു നോക്കാം. പത്രമുള്ള ഈ പുസ്തകത്തിനെ പറ്റി നല്ല പുസ്തകമാണ്. എനിക്ക് വായിച്ചിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ് കേട്ടോ. വായിച്ചു നോക്കാം. പത്രമുള്ളൂ. ബൈ.